ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ എനർജിയാണ്, അതായത് ജൂൺ 12 മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് പൈൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു എനർജി നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ജൂൺ 12 എനർജി പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. പൈൽ നമ്പർ 1 എനർജീസ് എന്താണ്? താങ്ക് യു. ഓക്കെ, ഈ 3 കാർഡും എടുക്കുക. ആദ്യം 10 ഓഫ് കപ്സ് ആണ്, ബ്യൂട്ടിഫുൾ എനർജിയാണ്. ക്യൂൻ ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇമോഷണലി വൈകാരികമായിട്ട് ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷം, ഒത്തിരി എന്താ പറയുക സമാധാനത്തിൻ്റെ എനർജി പോസിറ്റീവ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ ഈ ഒരു ദിവസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ കൊലാബറേഷനാണ്, എല്ലാവരുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. അതുവഴി ഒത്തിരി സന്തോഷം, നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുട്ടികളുടെ ലൈഫിലും ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർത്തിട്ട് ഒത്തിരി അഭിമാനം, ഒത്തിരി സന്തോഷത്തിൻ്റെ എനർജിയായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള എനർജിയാണ്. ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഒത്തിരി കാര്യങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ സ്പീഡാക്കാനായിട്ട്, കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം എനർജീസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു സ്നേഹം, സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാനായിട്ടുള്ള, സഹായം കൊടുക്കാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്കിത് ക്രിയേഷൻ, ക്രിയേറ്റിവിറ്റി, കലാപരമായിട്ടുള്ള എനർജിയാണ്. അവിടെയും ഒത്തിരി പോസിറ്റിവിറ്റി ഈ ഒരു ദിവസം കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ സമാധാനം, പീസിൻ്റെ എനർജിയാണ്. ഒത്തിരി ഇൻറ്റ്യൂഷൻ, സ്പിരിച്വൽ ബ്ലെസ്സിങ്സും കാണുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, 3 ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ കുറച്ചൊരു ശ്രദ്ധ, ഫോക്കസ്, അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ മെസ്സേജസ് അയക്കുമ്പോഴായിരിക്കാം. കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി നിങ്ങൾ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. പഠന വിഷയങ്ങളിൽ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ പീസ്ഫുൾ എനർജി നൽകുന്ന കമ്പനി എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. കുറച്ച് പേർക്ക് കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മൊബൈൽ നോക്കുക, അങ്ങനത്തെ എനർജീസായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ഒക്കെ കണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അവിടെ ശ്രദ്ധ കൊടുക്കാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബേർത്തിൻ്റെ എനർജിയാണ്. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടായിരിക്കാം, നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കാം ഈ ഒരു ചേഞ്ച്, മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ്. കുറച്ച് പേർക്ക് റൂട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലൊരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു ഹീലിംഗ് വരുന്നതായിട്ട്, ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ സേഫ് ആണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട്, ഈശ്വരൻ്റെ ഒരു സപ്പോർട്ട് കുറച്ച് പേർക്ക് ഉണ്ടാകുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പേഷ്യൻസ്, സമാധാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഇവിടെ വരുന്നുണ്ട്. അതും ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫൈനൽ ബ്ലെസ്സിങ് എന്താണ്? ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇതിലൊത്തിരി വളർച്ച, ഒത്തിരി ഗ്രോത്ത്, അതുപോലെ തന്നെ
ന്യൂ എനർജി, പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കാണുന്നത്. കുറച്ച് പേർക്ക് എഗെയിൻ മണി ഫിനാൻസ് ആയിട്ടുള്ള പ്രോബ്ലം, ഇവിടെ ഞാൻ പറഞ്ഞ റൂട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിൽ ഒരു ഹീലിംഗ്, ഒരു ന്യൂ എനർജി, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഒരു ന്യൂസ്, ഒരു മെസ്സേജ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടാകാം, അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡിസ്കഷൻസ് ആയിരിക്കാം, പുതിയ ജോബ്, എന്ത് വേണമെങ്കിലും ആകാം. അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ്, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ, മെസ്സേജസ് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ്. ഫൈനൽ നിങ്ങളുടെ എഫർമേഷനും കൂടെ നോക്കാം. ഇന്നത്തെ എഫർമേഷൻ എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ എഫർമേഷൻ എന്താണ്? Today I feel worthy. Today I will accept all the wonderful things in this life. ഇവിടെ ലൈഫിലോട്ട് വരുന്ന നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ബാക്കിൽ ടുഡേ ഐ ട്രസ്റ്റ് മൈസെൽഫ്, നിങ്ങളെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, ബിലീവ് ചെയ്യാനായിട്ട്, വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ കുറച്ചൊരു വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അതിൻ്റെ സപ്പോർട്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും നിങ്ങൾ ഫോളോ ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ എനർജി എന്താണെന്ന്. ജൂൺ 12 പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 2യുടെ എനർജി. ഓക്കെ, ഇവിടെ ലവേഴ്സ്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചറിൻ്റെ എനർജി, സാഹസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഷോർട്ട് ട്രിപ്സ് ആയിരിക്കാം, ചെറിയ ചെറിയ യാത്രകളായിരിക്കും. അതുവഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ദിവസം പോസിറ്റീവ് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ കുറച്ചും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള എനർജിയാണ്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ശക്തി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യണ സമയത്ത്, നിങ്ങളെ പരീക്ഷിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അത് മനസ്സിലാക്കിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയർ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പാഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഏറ്റവും ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ എന്തെങ്കിലുമൊക്കെ പുതിയൊരു അവസരം, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. താങ്ക് യു. ജസ്റ്റിസ്, മാജിഷ്യൻ്റെ എനർജി. ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേടികളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷ നിങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കാം. പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഓർത്തിട്ട് എന്താണോ ശരി, എന്താണോ തെറ്റ്, അത് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരിക്കാം. ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്, എന്ത് ഊർജ്ജമാണ് അവിടെ കൊടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ, തെറ്റായിട്ടുള്ള എന്തെങ്കിലും എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനർജീസിനെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക, തെറ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻഷൻ, എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള എനർജീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. കാരണം കർമ്മ റിട്ടേൺ ആയിട്ട് വരുന്നതാണ്.
അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ, എന്തെങ്കിലും കാര്യങ്ങളുടെ രണ്ട് സൈഡും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു എംപത്തി, കുറച്ചും കൂടെ ഒരു കമ്പാഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകും. കുറച്ച് പേർക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള എനർജി, ധൃതി കൂട്ടാതിരിക്കുക, പെട്ടെന്ന് ആൻസേഴ്സ്, സൊല്യൂഷൻസ് ലഭിക്കണം, അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കാതിരിക്കുക. ചെയ്യേണ്ട കർമ്മ എന്താണോ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത് തീർക്കുക. റിസൾട്ടിനെ കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കർമ്മ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ 100% സത്യസന്ധമായിട്ടുള്ള എനർജി കൊടുക്കാനായിട്ടാണ് അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ കുറച്ച് പേർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, ഒരു സഹായം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു സഹായമായിരിക്കാം, സപ്പോർട്ടായിരിക്കാം, ഫിനാൻഷ്യലി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഫാദർ ഫിഗർ ആയിരിക്കാം, ഗുരുക്കന്മാരുടെ എനർജി ആയിരിക്കാം. അവരുടെ വേർഡ്സ്, അവരുടെ ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഹീലിങ്ങിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ടായിരിക്കാം ഈ ഒരു എനർജി നിങ്ങളെ സഹായിക്കുന്നത്. ഇമോഷണലി എന്തെങ്കിലും സ്റ്റക്കായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു എനർജി നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് യാത്രകൾ, ആദ്യം പറഞ്ഞ പോലെ തന്നെ യാത്രകൾ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈനൽ ബ്ലെസ്സിങ് നോക്കാം. ഇന്നത്തെ ഫൈനൽ ബ്ലെസ്സിങ് എന്താണ്? പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ട്രാവലിൻ്റെ എനർജിയാണ് കാണുന്നത്. ചാരിയറ്റിൽ ഒത്തിരി ഡിറ്റർമിനേഷൻ, ഒത്തിരി ആത്മധൈര്യത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്, ബിസിനസ്സിലായിരിക്കും അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലായിരിക്കും. അവിടെ ഒത്തിരി പോസിറ്റിവിറ്റി, ഒത്തിരി ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ യാത്രകൾ വഴി നിങ്ങളുടെ ആ ഒരു ബോണ്ട് സ്ട്രോങ് ആകുന്നതുമായിരിക്കാം. ഒത്തിരി കമ്മ്യൂണിക്കേഷൻ, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്, ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ബിസിനസ് ട്രിപ്പായിരിക്കാം, അത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അഭിമാനം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു മൂമെൻറ്റും ഉണ്ടാകുന്നതാണ്. അഭിമാനം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ലൈഫിലെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം, നേട്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ, നിങ്ങളുടെ ലവ്ഡ് വൺസിൻ്റെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്, നേട്ടങ്ങളായിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം, ഫൈനൽ ഗൈഡൻസ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2യുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു. ടുഡേ ഐ ആം എക്സൈറ്റഡ്. ടുഡേ ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ഡേ എവർ. ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഇൻറ്റൻഷൻ വച്ചിട്ട്, ആ ഒരു എനർജിയിൽ, ആ ഒരു സങ്കല്പത്തിലിരുന്നിട്ട് കാര്യങ്ങൾ കാണാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സൈറ്റിംഗ് ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ബാക്കിൽ ടുഡേ ഐ ആം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ കഴിവുകൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ, എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സ് ആയിക്കോട്ടെ, ലൈഫ് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ, അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അവിടെ ഒത്തിരി ഓവറായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജലസിയുടെ എനർജി വരുന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ബൗണ്ടറി ആവശ്യമാണ്. അതിർവരമ്പുകൾ സ്ട്രോങ് ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.